ഹായ് ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്ടിഫയർ സർക്യൂട്ടുകൾ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാഫ് വേവ് റെക്ടിഫയർ പറഞ്ഞു, ഫുൾ വേവ് റെക്ടിഫയർ പറഞ്ഞു, അതുപോലെ തന്നെ സെൻട്രൽ ടാപ്പറും ബ്രിഡ്ജ് റെക്ടിഫയറും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ടിലെ ഡി സി ആണ് നമുക്ക് കിട്ടേണ്ടത്, എ സി ഡി സി ആക്കി മാറ്റാനാണ് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഏത് റെക്ടിഫയർ സർക്യൂട്ട് ആയിക്കോട്ടെ, ഹാഫ് വേവ് ആയിക്കോട്ടെ, സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആയിക്കോട്ടെ, നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ആയിക്കോട്ടെ, അതിലൊക്കെ ഡി സിയുടെ കൂടെ ഔട്ട്പുട്ടിൽ കുറച്ച് എ സി കമ്പോണൻസും കിട്ടുന്നുണ്ട്. ആ എ സി കമ്പോണൻസ് നമുക്ക് വേണ്ട, അത് അൺനെസസറി ആണ്. അപ്പൊ നമുക്ക് ആ കിട്ടുന്ന എ സി കമ്പോണന്റിനെയാണ് നമ്മൾ റിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ എ സി കമ്പോണന്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. ഔട്ട്പുട്ടില് റെക്ടിഫയർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എ സി കമ്പോണന്റിനെ, റിപ്പിളിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ആ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിൽറ്ററിംഗ്. Okay, filtering is the process by which we eliminate the AC component obtained at the rectifier output. Okay, electronic circuits performing this function filtering associated with the rectifier circuits known as filters. Okay, അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളെയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫയർ സർക്യൂട്ടിലെ ഔട്ട്പുട്ടിലെ നമുക്ക് അൺനെസസറി ആയിട്ട് കിട്ടുന്ന എ സി കമ്പോണൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളെയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, പ്രധാനമായിട്ട് 3 ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്: കപ്പാസിറ്റർ ഫിൽറ്റർ, ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ, കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ. ഓക്കെ, വി ആർ യൂഷ്വലി യൂസിങ് 3 types of filters: capacitor filter, choke input filter and capacitor input filter. Capacitor input filter is also known as pipe filter. ഓക്കെ, അപ്പൊ ഇതിനെ 3നെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ഫിൽറ്റർ ആണ്. ഓക്കെ, കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ സർക്യൂട്ട് ഇത് അവിടെ തന്നിട്ടുണ്ട്. ഇതാ നോക്കി നോക്ക്, ഇത് നമ്മുടെ റെക്ടിഫയർ ഔട്ട്പുട്ട് ആണ്. റെക്ടിഫയർ ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ലോഡ് റെസിസ്റ്റർ ആണിത്. ആ ലോഡ് റെസിസ്റ്ററിനെ പാരലൽ ആയിട്ട് നോക്കി നോക്ക്, നമ്മൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, a capacitor is connected parallel with the load resistor between rectifier output and load resistor. Rectifier output in load resistor in between ആയിട്ട് ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഈ കപ്പാസിറ്റർ ഫിൽറ്ററിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ഷൻ പറഞ്ഞു. A capacitor is connected between rectifier output and load resistor as it parallel with the load resistor. Okay, ഇനി ഇതിന്റെ വർക്കിംഗ്, നമ്മുടെ കപ്പാസിറ്റർ ഫിൽറ്റർ എങ്ങനെയാണ് അല്ലെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന എ സി കമ്പോണന്റിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇത് ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് അല്ലെ അത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, വി ആർ കൺസിഡറിംഗ് ദ ഔട്ട്പുട്ട് വി ഒബ്റ്റെയിൻ ഫ്രം ദ ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് അല്ലെ, കണ്ടിന്യൂസ് പോസിറ്റീവ് ഹാഫ് സൈക്കിളുകളോട് കൂടിയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. നോക്കുക, ഇവിടെ മാക്സിമം ആ വോൾട്ടേജ് പോകുന്നത് VM വരെയാണ് പോകുന്നത്. ഓക്കെ, പിന്നെ അത് 0യിലേക്ക് വരുന്നു, വീണ്ടും VMലേക്ക് പോകുന്നു അല്ലെ, 0യിലേക്ക് വരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് പോസിറ്റീവ് ഹാഫ് സൈക്കിളുകളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നോക്കുക ഇവിടെ. അപ്പൊ ഈ റെക്ടിഫയർ ഔട്ട്പുട്ടിൽ ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഈ റെക്ടിഫയർ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ VM വരെ ഇൻക്രീസ് ചെയ്യുന്ന ഈ ഭാഗം, ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, റെക്ടിഫയർ ഔട്ട്പുട്ടിലെ VM വരെ ഇൻക്രീസ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിംഗ് വോൾട്ടേജ് ഇൻക്രീസസ് ഫ്രം 0 to VM or capacitor is charged to VM, charged up to VM. അപ്പൊ നമ്മൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാണ്, VM വരെ ചാർജ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ അല്ലെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഈ ഒരു 0 to VM വരെ ഇൻക്രീസ് ചെയ്യുന്ന ഈ ഭാഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ കപ്പാസിറ്റർ, ഈ കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്റർ ഉണ്ടല്ലോ, കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ഓക്കെ അപ് ടു VM. കപ്പാസിറ്റർ ഏതുവരെ ചാർജ് ചെയ്യാണ്, നമുക്ക് VM വരെ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, അടുത്തത് VM-ൽ നിന്ന് 0യിലേക്ക് നമ്മുടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ്. ഈ റെക്ടിഫയർ ഔട്ട്പുട്ടിൽ VM-ൽ നിന്ന് 0യിലേക്ക് അല്ലെ നമ്മുടെ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യാണ്, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ടു ഡിസ്ചാർജ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പാസിറ്ററിന്റെ ഈ ഡിസ്ചാർജിങ് പ്രോസസ്സ് സ്ലോ പ്രോസസ്സാണ്, പതുക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നോക്കിയോക്ക്, ഇവിടെ ഈ VM-ൽ നിന്ന് 0യിൽ എത്തിയാലും നമ്മളെ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നില്ല,
സീറോയിൽ എത്തുന്നില്ല. ഓക്കെ, കപ്പാസിറ്റർ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് പതുക്കെ ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റി ഇസ് എ സ്ലോ പ്രോസസ്. ഓക്കെ, സോ ഇറ്റ് കനോട്ട് ഡിസ്ചാർജ് ടു 0 വോൾട്ട്. ഓക്കെ, ഇറ്റ് കനോട്ട് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ബിക്കോസ് ഡിസ്ചാർജിങ് ഇസ് എ സ്ലോ പ്രോസസ്. അപ്പൊ അതുകൊണ്ട് അത് 0 വരെ ഡിസ്ചാർജ് ചെയ്തതിന് മുൻപായിട്ട് അല്ലെ, അപ്പോഴേക്കും എന്ത് ചെയ്യാണ്, അടുത്ത ഇൻക്രീസിംഗ് പാർട്ട് ഓഫ് ദ സൈക്കിൾ അല്ലെ, 0 to Vm ഇൻക്രീസിംഗ് പാർട്ട് ഓഫ് ദ സൈക്കിൾ പിന്നെയും വരികയാണ്. അത് വീണ്ടും നമ്മുടെ കപ്പാസിറ്ററിന് എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, Vm വരെ ചാർജ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും Vm ൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ഡിക്രീസിംഗ് പാർട്ട് വരുന്നു. അത് നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യാണ്, ഡിസ്ചാർജ് ചെയ്യാണ്. പക്ഷെ 0യിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് ഒരിക്കലും അല്ലെ, 0 വോൾട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യില്ല, കാരണം അതൊരു സ്ലോ പ്രോസസ് ആണ്. അങ്ങനെ 0യിലേക്ക് എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും അടുത്ത ഇൻക്രീസിംഗ് പാർട്ട് വരും, കപ്പാസിറ്ററിനെ Vm ലേക്ക് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ പ്രോസസ്സ്, ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നോക്കി നോക്കി നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന അല്ലെ, നമ്മുടെ കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെ ആ ഒരു വോൾട്ടേജ് ആണ് നമുക്ക് ഈ ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, ഫിൽറ്ററിംഗ് കഴിഞ്ഞിട്ട് ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുക. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് പ്യുവർ DC എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നേരത്തെ റെക്ടിഫയർ ഔട്ട്പുട്ടിൽ കിട്ടിയ ഈ ഫിൽറ്റർ ഉപയോഗിക്കാതെ കിട്ടിയ അല്ലെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ഔട്ട്പുട്ടിൽ ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലാണ്. നോക്കിയൊക്കെ നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട്. കമ്പയറിംഗ് വിത്ത് ദാറ്റ് ഇവിടെ ഫ്ലക്ച്വേഷൻ എന്താണ്, ഫ്ലക്ച്വേഷൻ ഉണ്ട് പക്ഷെ അതിനേക്കാളും കുറവാണ് അല്ലെ, ഏകദേശം കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം. Vm ൽ അല്ലെ, ഏകദേശം Vm കോൺസ്റ്റന്റ് വോൾട്ടേജ്. ഏകദേശം ഇവിടെ ഫ്ലക്ച്വേഷൻ കുറവാണെന്ന് പറയുമ്പോൾ AC കമ്പോണന്റ് കുറെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതാണ്ട് DC ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ ACയെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിച്ചു. ഫ്ലക്ച്വേഷൻ കുറവായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി, AC കമ്പോണന്റിനെ കുറെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുക. കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ ഫീച്ചേഴ്സ് പ്രധാനമായിട്ടും 4 ഫീച്ചേഴ്സ് ആണുള്ളത്. നമുക്ക് സ്മോൾ സൈസ് ആണ്, ഒരു കപ്പാസിറ്റർ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പൊ സൈസ് വളരെ കുറവാണ്. ലോ കോസ്റ്റ് ആണ്, കപ്പാസിറ്റർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അപ്പൊ അതിനുള്ള കോസ്റ്റ് മാത്രമേ ഉള്ളൂ, അപ്പൊ ലോ കോസ്റ്റ് ആണ്. പിന്നെ ലിറ്റിൽ വെയിറ്റ് ആണ് അല്ലെ, ഒരു കപ്പാസിറ്റർ മാത്രം ഉപയോഗിക്കുന്നുണ്ട്, വെയിറ്റ് കുറവാണ്. ഓക്കെ, ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി നോക്കുക. അതിന്റെ ഈ എന്താ പറയാ, ഈ വോൾട്ടേജിന്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ അല്ലെ, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് നോക്കി നോക്കുന്നത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കപ്പാസിറ്റർ ഫിൽറ്റർ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ലോഡ് കറണ്ട് വെരി സ്മോൾ ആവുമ്പോഴാണ്. ഇവിടെ നമുക്ക് ലോഡിനെ ക്രോസ് ആയിട്ട് കിട്ടുന്ന ലോഡിലൂടെ ഒഴുകുന്ന കറണ്ട് അല്ലെ വളരെ സ്മോൾ ആവുമ്പോൾ ഏകദേശം 50 mA വരെയൊക്കെ ലോഡ് കറണ്ട് ആവുന്ന സമയത്താണ് നമ്മൾ ഈ കപ്പാസിറ്റർ ഫിൽറ്റർ ഉപയോഗിക്കാറുള്ളത്. സാധാരണയായിട്ട് റേഡിയോ ബാറ്ററി എലിമിനേറ്റേഴ്സിലാണ് നമ്മുടെ ഈ കപ്പാസിറ്റർ ഫിൽറ്റർ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ലോഡ് കറണ്ട് ഈസ് വെരി സ്മോൾ ബിലോ 50 mA in radio battery eliminators. അടുത്തതായിട്ട് ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ. ഓക്കെ, ഇവിടെ സർക്യൂട്ട് നോക്കുക. നേരത്തെ പോലെ തന്നെ നമ്മുടെ കപ്പാസിറ്റർ ഫിൽറ്റർ പോലെ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. റെക്ടിഫയർ ഔട്ട്പുട്ടിന്റെയും ലോഡ് റെസിസ്റ്ററിന്റെയും ബിറ്റ്വീനിൽ ലോഡ് റെസിസ്റ്ററിന്റെ പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട്. പ്ലസ് ഇവിടെ ഒരു ചോക്ക്. ഓക്കെ, ഒരു ചോക്ക്, ഒരു ഇൻഡക്ടർ അല്ലെങ്കിൽ ചോക്ക് റെക്ടിഫയർ ഔട്ട്പുട്ട് കഴിഞ്ഞിട്ട് അല്ലെ നമ്മുടെ ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ് കപ്പാസിറ്റർ. ഇവിടെ ലോഡ് റെസിസ്റ്ററിനും കപ്പാസിറ്ററിനും ഒക്കെ സീരീസ് ആയിട്ട് നമ്മളൊരു ചോക്ക് കൂടി ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോക്കും ഉണ്ട് കപ്പാസിറ്ററും ഉണ്ട് റെക്ടിഫയർ ഔട്ട്പുട്ടിന്റെയും ലോഡ് റെസിസ്റ്ററിന്റെയും ഇടയിൽ. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ലോഡ് റെസിസ്റ്റർ ആൻഡ് റെക്ടിഫയർ ഔട്ട്പുട്ട് വി കണക്ട് എ കപ്പാസിറ്റർ ഇൻ പാരലൽ ആൻഡ് ചോക്ക് ഇൻ സീരീസ്. ഓക്കെ, നോക്കുക ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. ചോക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് റെക്ടിഫയർ ഔട്ട്പുട്ട് ആണ് ഇവിടെ ഈ ഫിൽറ്റർ സർക്യൂട്ടിന്റെ ഇൻപുട്ട്. അപ്പോൾ ആ ഫിൽറ്റർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ചോക്കിലൂടെയാണ്. അതുകൊണ്ടാണ് ഇത് ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ എന്നതിനെ വിളിക്കുന്നത്. ഓക്കെ, നോക്കുക എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നോക്കുക. ഇതിന്റെ വർക്കിംഗ് പറയുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ചോക്കും യൂസ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചോക്കിന്റെ പ്രത്യേകത, ചോക്ക് ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ് ഫോർ AC ആൻഡ് ലോ റെസിസ്റ്റൻസ് ഫോർ DC. ഓക്കെ, ചോക്ക് AC റെക്ടിഫയർ ഔട്ട്പുട്ടിൽ നമുക്കറിയാം ACയും ഉണ്ട് DCയും ഉണ്ട്. ഓക്കെ, DC ആണ് കൂടുതൽ, AC കമ്പോണന്റ് ഉണ്ട്. പക്ഷെ അപ്പൊ നോക്കുക ഇതിനകത്ത് ACക്ക് ഹൈ റിയാക്ടൻസ് ആണ് ചോക്ക് ഓഫർ ചെയ്യുക, എന്നാൽ DCക്കോ ലോ റിയാക്ടൻസ് ആണ് ഓഫർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ക് ACയെ ബ്ലോക്ക് ചെയ്യും, DCയെ കടത്തി വിടും എന്നുള്ളതാണ്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ഓഫ് ചെയ്യാന്ന് പറയുമ്പോൾ അത് അതിനകത്തൂടെ ഫ്ലോ ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഹൈ റെസിസ്റ്റൻസ് ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൂടെ വേണ്ട രീതിയിൽ ഫ്ലോ ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, ചോക്ക് ഓഫേഴ്സ് ഹൈ റിയാക്ടൻസ് ഫോർ AC ആൻഡ് ലോ റിയാക്ടൻസ് ഫോർ DC. അപ്പൊ നോക്കുക, കപ്പാസിറ്റർ നേരെ തിരിച്ചാണ്. കപ്പാസിറ്റർ ഓഫേഴ്സ് ലോ റിയാക്ടൻസ് ഫോർ AC ആൻഡ് ഹൈ റിയാക്ടൻസ് ഫോർ DC. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ AC-ക്ക് ലോ റിയാക്ടൻസ് ഓഫ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ കൂടെ AC നല്ലോണം ഒഴുകും. ഓക്കെ, ഇറ്റ് ഓഫേഴ്സ് ഹൈ റിയാക്ടൻസ് ഫോർ DC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC വേണ്ട രീതിയിൽ അത് കൂടെ ഒഴുകില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റെക്ടിഫയർ ഔട്ട്പുട്ടില് AC ഉണ്ട്, DC ആണ് കൂടുതലുള്ളത്, പക്ഷെ AC ഉണ്ട്. ആ AC-നെ എലിമിനേറ്റ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. നോക്കുക, അപ്പൊ ആ റെക്ടിഫയർ ഔട്ട്പുട്ട് നേരെ ആദ്യം ചോക്കിലൂടെയാണ് പോണത്. ചോക്കിലൂടെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്താ? ചോക്ക് ഓഫേഴ്സ് ഹൈ റിയാക്ടൻസ് ഫോർ AC അല്ലെ, ലോ റിയാക്ടൻസ് ഫോർ DC. ലോ റിയാക്ടൻസ് ഫോർ DC ആണ് ചോക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പൊ DC സുഖമായിട്ട് അതിനകത്തൂടെ നമ്മുടെ ചോക്കിനകത്തൂടെ ഫ്ലോ ചെയ്യും. എന്നാൽ AC-ക്ക് ഹൈ റിയാക്ടൻസ് ആണ് ഓഫ് ചെയ്യുന്നത്. അപ്പൊ AC-യെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ ചോക്ക് ബ്ലോക്ക് AC ആൻഡ് അലോ ദ പാസേജ് ഓഫ് DC. അങ്ങനെ നോക്കി നോക്ക്, AC കുറെ അവിടെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല പറയണത്, ഒരു വലിയൊരു ഭാഗം AC എലിമിനേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ചോക്കിന് തന്നെ സാധിക്കും. ബാക്കി ഭാഗമാണ് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, ഇനി നോക്കി നോക്കുക, അപ്പൊ ഇവിടെ ഒരുപാട് DC-യും കുറച്ച് AC എത്തി. ആ കുറച്ച് AC-നെ കൂടി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പോഴാണ് നമ്മുടെ കപ്പാസിറ്ററിന്റെ പ്രത്യേകത. കപ്പാസിറ്റർ ഓഫർ ഹൈ റിയാക്ടൻസ് ഫോർ DC ആൻഡ് ലോ റിയാക്ടൻസ് ഫോർ AC. AC-നെ നല്ലോണം കടത്തിവിടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എത്തുന്ന AC കുറെ എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ കൂടെ ഇങ്ങനെ ഒഴുകി പോകും. DC ഇങ്ങനെ പോവില്ല, ബൈപ്പാസ് ചെയ്ത് കളയും പറയാൻ നമുക്ക്. ഓക്കെ, ഇവിടെ എത്തുന്ന ചോക്ക് കുറെ AC-നെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ള കുറെ AC എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ ലോ റിയാക്ടൻസ് ആണ് ഓഫ് ചെയ്യുന്നത്. കപ്പാസിറ്റർ കൂടെ നന്നായിട്ട് ഒഴുകാൻ AC-ക്ക് സാധിക്കും. അപ്പോൾ ഈ കപ്പാസിറ്റർ കൂടെ ഇങ്ങനെ ഒഴുകി പോകും. ഓക്കെ, ബൈപ്പാസ് ചെയ്ത് കളയുമെന്ന് പറയാം. സോ കപ്പാസിറ്റർ ഓഫേഴ്സ് ലോ റിയാക്ടൻസ് ഫോർ AC, സോ ദ റിമൈനിങ് AC will be bypassed through this capacitor. ഓക്കെ, ഈ കപ്പാസിറ്റർ കൂടെ AC അങ്ങനെ ഒഴുകി പോയിക്കോളും. ഓക്കെ, പിന്നെ ഇവിടെ എന്തും DC അങ്ങനെ ഒഴുകി പോകില്ല, ബൈപ്പാസ് ചെയ്ത് പോകില്ല. കാരണം DC-ക്ക് ഹൈ റിയാക്ടൻസ് ഓഫ് ചെയ്യുന്നു, DC-യെ കടത്തി വിടുന്നില്ല കപ്പാസിറ്റർ അല്ലേ. അപ്പോൾ DC മുഴുവനായിട്ട് എവിടെ എത്തും? ലോഡ് റെസിസ്റ്ററിൽ എത്തും. ഓക്കെ, അപ്പൊ ചോക്ക് കുറെ AC-നെ ബ്ലോക്ക് ചെയ്യും, കപ്പാസിറ്റർ കുറെ AC-നെ ബൈപ്പാസ് ചെയ്യും. അങ്ങനെ ഒരുപാട് AC എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് വളരെ കുറച്ച് AC മാത്രമാണ് ഈ ലോഡ് റെസിസ്റ്ററിന് ക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കി നോക്കുക, ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് കിട്ടും അല്ലെ. ഇവിടെ നോക്കി നോക്ക്, പ്രത്യേകത നോക്കി നോക്ക്, ഇവിടെ ഫ്ലക്ച്വേഷൻ ഉണ്ട്. മുഴുവൻ AC-യെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഇവിടെയും. കോൺസ്റ്റന്റ് ആയിട്ടല്ല, BM-ൽ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ചെറിയൊരു AC ഇവിടെയും ഉണ്ട്, AC കമ്പോണന്റ് ഇവിടെയുണ്ട്. എന്നാലും നമ്മുടെ കപ്പാസിറ്റർ ഫിൽറ്ററിനേക്കാളും ഫിൽറ്ററിംഗ് പ്രോസസ്സ് പെർഫോം ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ചോക്ക് ഇൻപുട്ട് ഫിൽറ്ററിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള DC ആണ് അല്ലെ, അല്ലെങ്കിൽ AC കമ്പോണന്റ് കുറഞ്ഞ ഒരു DC ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ചോക്ക് ഇൻപുട്ട് ഫിൽറ്ററിന്റെ ഒരു ഓപ്പറേഷൻ സർക്യൂട്ട് എന്നിവയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ. ഇവിടെ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ പോലെ തന്നെ കപ്പാസിറ്റർ ചോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കപ്പാസിറ്റർ RL-ന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ചോക്ക് നമ്മൾ RL-ന് ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പ്ലസ് നമ്മൾ ഇവിടെ ഒരു കപ്പാസിറ്റർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് കപ്പാസിറ്ററുകളുണ്ട്. ഓക്കെ, ഈ കപ്പാസിറ്റർ നേരത്തെ പോലെ തന്നെ ലോഡ് റെസിസ്റ്ററിനും റെക്ടിഫയർ ഔട്ട്പുട്ടിനും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ രണ്ട് കപ്പാസിറ്ററുകൾ, ഒരു ചോക്ക്. ഓക്കെ, കപ്പാസിറ്ററുകൾ രണ്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു, ചോക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെയാണ് കപ്പാസിറ്ററുകൾ രണ്ടും AC-ക്ക് ലോ റിയാക്ടൻസ് ആണ് ഓഫർ ചെയ്യുന്നത്, DC-ക്ക് ഹൈ റിയാക്ടൻസ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ AC നന്നായിട്ട് ഫ്ലോ ചെയ്യും കപ്പാസിറ്ററുകളിലൂടെ, DC ഫ്ലോ ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ ഇൻഡക്ടർ അല്ലെങ്കിൽ ചോക്ക് നേരെ തിരിച്ചാ. AC-ക്ക് ഹൈ റിയാക്ടൻസ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് AC അത് കൂടെ നന്നായിട്ട് ഫ്ലോ ചെയ്യില്ല. എന്നാൽ DC-ക്ക് ലോ റിയാക്ടൻസ് ആണ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് DC നന്നായിട്ട് അതിനോടത്തൂടെ ഫ്ലോ ചെയ്യും. ഇനി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. റെക്ടിഫയർ ഔട്ട്പുട്ടിൽ നമുക്കറിയാം DC-യുടെ കൂടെ AC ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കി നോക്കുക, ആദ്യം ഈ C1 എന്ന് പറയുന്ന കപ്പാസിറ്ററിലേക്കാണ് അത് വരുന്നത്. C1 എന്ന് പറയുന്ന കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ അല്ലെ, ഇവിടെ എത്തുന്നു. C1-ന്റെ പ്രത്യേകത എന്താണ്? AC-ക്ക് ലോ റിയാക്ടൻസ് ഓഫ് ചെയ്യുന്നു, DC-ക്ക് ഹൈ റിയാക്ടൻസ് ഓഫ് ചെയ്യുന്നു. അപ്പൊ AC എന്ത് ചെയ്യുന്നു? ഈ C1-ലൂടെ നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ കുറെ AC കമ്പോണന്റ് ഈ C1-ലൂടെ എന്ത് ചെയ്യും? ബൈപ്പാസ് ചെയ്ത് പോകുന്നുള്ളതാണ്. DC അങ്ങനെ പോണില്ല, AC കുറെ എന്ത് ചെയ്തു? ബൈപ്പാസ് ചെയ്ത് C1-ലൂടെ ബൈപ്പാസ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ബാക്കി DC ഉണ്ട്, കുറച്ച് AC ഉണ്ട്. മുഴുവനായിട്ട് ബൈപ്പാസ് ചെയ്ത് പോകുന്നില്ല, എന്നാലും കുറച്ച് AC ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ DC-യുടെ കൂടെ AC ഉണ്ട്. അങ്ങനെ അത് നേരെ അടുത്തതായിട്ട് ചോക്കിലൂടെ കടന്നു പോകുന്നു. ചോക്കിന്റെ പ്രത്യേകത എന്താണ്? ചോക്ക് AC-യെ ബ്ലോക്ക് ചെയ്യുന്നു, DC-യെ കടത്തി വിടുന്നു എന്നുള്ളതാണ്.
അപ്പൊ നോക്കി വെക്കുക, കുറെ എ സിയെ ബ്ലോക്ക് ചെയ്യാൻ ആർക്ക് സാധിക്കും? ഈ ചോക്കിന് സാധിക്കും. DC അത് കടത്തിവിടും ചെയ്യും. അങ്ങനെ കുറെ എ സി ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ചോക്കിനും കുറെ എ സി കമ്പോണന്റിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. മുഴുവനായിട്ട് കളയുമെന്നല്ല, ഒരു വലിയൊരു ഭാഗം എ സിയെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഈ ചോക്കിന്, ഹൈ റിയാക്ടൻസ് എ സിക്ക് ഓഫർ ചെയ്യുന്ന ഈ ചോക്കിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരുപാട് DC-യും കുറച്ച് എ സിയും അല്ലെ എവിടെ എത്തുകയാണ്? ഇവിടെ എത്തുക. ഓക്കെ, ഇനി നോക്കി നോക്കുക, കപ്പാസിറ്റർ നേരത്തെ പോലെ തന്നെ എ സിക്ക് ലോ റിയാക്ടൻസ് ഓഫർ ചെയ്യുന്നത് കൊണ്ട് അല്ലെ എ സിയെ ബൈപ്പാസ് ചെയ്തോളൂ. അപ്പൊ എ സി ബാക്കിയുള്ള കുറെ എ സി എന്ത് ചെയ്യും? ഈ C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിലൂടെ ബൈപ്പാസ് ചെയ്ത് പോകും. DC അങ്ങനെ പോകില്ല അല്ലെ. അങ്ങനെ ഒരുപാട് എ സിയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ രണ്ട് കപ്പാസിറ്ററുകൾ ബൈപ്പാസ് ചെയ്തിട്ടും ഈ ചോക്ക് ബ്ലോക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരുപാട് എ സിയെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിച്ചു. ബാക്കി വളരെ കുറച്ച് എ സി, ഓക്കെ, വളരെ കുറച്ച് എ സി മാത്രമാണ് ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ വളരെ കുറച്ച് എ സിയോട് കൂടിയിട്ടുള്ള ഒരു DC ഔട്ട്പുട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നേരത്തെ ഒന്നും പോലെയല്ല അല്ലെ, കപ്പാസിറ്റർ ഫിൽറ്ററിനേക്കാളും കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്ററിനേക്കാളും ഒക്കെ കൂടുതൽ ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ പെർഫോം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് എ സി എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. വളരെ കുറച്ച് അല്ലെ എ സിയോട് കൂടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുക അല്ലെ. അപ്പൊ നോക്കിയൊക്കെ ഫ്ലക്ച്വേഷൻ നോക്കിയൊക്കെ VM ഇതിലെ കോൺസ്റ്റന്റ് അല്ലാന്ന് ജസ്റ്റ് പറയാൻ മാത്രമേ ഉള്ളൂ, ഏതാണ്ട് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എ സി കമ്പോണന്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് എവിടെ കിട്ടുന്നു എന്നുള്ളതാണ്, ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ പൈ ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് നമ്മൾ പഠിക്കുന്ന ഫിൽറ്റർ സർക്യൂട്ടുകൾ. ഏതൊക്കെയാണ്? കപ്പാസിറ്റർ ഫിൽറ്റർ, ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ, കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ ഓർ പൈ ഫിൽറ്റർ. അപ്പൊ ഇതിൽ ഫിൽറ്ററിംഗ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ആരാണ്? കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ പൈ ഫിൽറ്റർ ആണ്. ഓക്കെ, അത് വെക്കുമ്പോഴാണ് നമ്മുടെ ഔട്ട്പുട്ടിലുള്ള എ സി കമ്പോണന്റ് ഒരുവിധം പൂർണ്ണമായിട്ടും എന്ന് തന്നെ നമുക്ക് ഏകദേശം പറയാം, നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ബെറ്റർ DC നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫിൽറ്റർ സർക്യൂട്ടുകൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.